വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിൽ ഏകദേശം ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഈയുടെ അടുത്താണ് ഖത്തറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയത്. അപ്പോൾ ഇതേതാണ് സ്മാർട്ട് ഫോൺ എന്ന് നോക്കിയാൽ OnePlus 10 Pro 5G. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു സ്മാർട്ട് ഫോൺ ബോക്സിനൊപ്പം നമുക്കൊരു കിഡിലൻ സിലിക്കൺ കേസ് വന്നിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കൺ കേസാണ് വരുന്നത്. 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ചാർജർ അഡാപ്റ്റർ ഉണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിള്, പിന്നീടുള്ളത് OnePlus 10 Pro 5G. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനൊപ്പം ലഭിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് വോൾക്കാനിക് ബ്ലാക്ക് ആണ്. ഇതുകൂടാതെ എമറാൾഡ് ഗ്രീനിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. OnePlusൻ്റെ ഒരു എംബ്ലം, അതുപോലെ തന്നെ ഹാസൽബ്രാഡിൻ്റെ ഒരു എംബ്ലം പിറകിൽ കാണാം. 3 ക്യാമറയാണ് വരുന്നത്. ക്യാമറ മൊഡ്യൂൾ ബോഡിയോട് ചേർന്നിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിറകിലും മുൻവശത്തായിട്ടും കേർവ്ഡ് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം ആയിട്ട് വരുന്നത്. 8.6 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്സും. 201 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് ആയിട്ട് വരുന്നത്. റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ പവർ ബട്ടൺ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൈലൻറ്റ് വൈബ്രേറ്റ് ആ ഒരു ബട്ടൺ നമുക്കിവിടെ റൈറ്റ് സൈഡിലാണ് കാണുക. ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ് മുകൾ വശത്തുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴ്വശത്തായിട്ട് സിം ട്രേ വരുന്നത് ഡ്യുവൽ നാനോ സിം കാർഡാണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, എക്സ്റ്റേണൽ സ്പീക്കർ, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Gen ഫസ്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസർ. 5G പ്രൊസസറാണ്. 4 nm ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 730 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു GPUയും പ്രൊസസറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതുവരെ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ 5 ലെയർ കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങും കാര്യങ്ങളായാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കൂളാവുന്നതുമാണ്. 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 8GB റാമിൽ 128ഉം 12GB റാമിൽ 256GB. ഇതിൽ ഖത്തറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 12GB റാമിൽ 256GB മെമ്മറി വേരിയൻ്റ് ആണ്. LPDDR5 ആണ് റാം ടെക്നോളജി. UFS 3.1 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോറേജ് ടൈപ്പ്. അതോടൊപ്പം തന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഇന്റേണൽ മെമ്മറിയിൽ നിന്നും നമുക്ക് 7GB വരെ റാം എക്സ്പാൻഷൻ ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ ഗ്ലോബൽ വേർഷൻ ആണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 18ഓളം 5G ബാൻഡ് അതിൽ സപ്പോർട്ടാണ്. ഇന്ത്യൻ വേരിയന്റിൽ വെറും 9 5G ബാൻഡ് ആണ് സപ്പോർട്ട് ആയിട്ടുള്ളത്. Wi-Fi 6 ആണ് വരുന്നത്. അതുപോലെ തന്നെ 4G LTE സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്തിന്റെ 5.2 ആണ് വേർഷൻ വരുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. ആൻഡ്രോയിഡ് 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ OS വേർഷൻ വരുന്നത് 12.1 ആണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു OS ആണ് ഓക്സിജൻ OS എന്ന് പറയുന്നത്. കാരണം ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീല് നമുക്ക് കിട്ടും. നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ബ്ലോട്ട്വെയർസോ ആഡ്വെയർസോ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാത്തത് കൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു OS അല്ലെങ്കിൽ UI ആയിരിക്കും ഇതിനുണ്ടാകുക. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. LTPO സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ 1 Hz മുതൽ 120 Hz വരെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും റിഫ്രഷ് റേറ്റ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിഫ്രഷ് റേറ്റ് ആയിരിക്കും വരിക എന്നർത്ഥം. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Quad HD+ ആണ് റെസൊല്യൂഷൻ, അതായത് 2K റെസൊല്യൂഷൻ ആണ്. 525 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. 1300 നിറ്റ്സ് ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും സാധിക്കും. 10-bit ഡിസ്പ്ലേ ആണ്. HDR10+ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. വളരെ ഷാർപ്പായിട്ടും വൈബ്രന്റ് ആയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ആ ഒരു പെർഫെക്റ്റ് കളറോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ
വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന. സൗണ്ട് നോക്കാം. സ്പീക്കർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം എടുത്താൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുകൂടാതെ തന്നെ 80 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 32 മിനിറ്റ് ആണ്. ഏകദേശം 35 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫുൾ ചെയ്യാൻ സാധിക്കും. 50 വാട്ടിൻ്റെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. എനിവേ ഈ ഒരു 5-6 ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം 1 ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലൈഫ് ലഭിക്കും. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 1.5 ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്താൽ ഗ്രാഫിക്സ് ക്വാളിറ്റി വെരി ഹൈയിലും ഫ്രെയിം റേറ്റ് മാക്സിമത്തിലാണ് നമ്മൾ ഈ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റിനടുത്ത് ഞാൻ ഈ ഒരു ഗെയിം ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടും Adreno 730 എന്ന് പറയുന്ന GPU ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ലാഗ് ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു 40 മിനിറ്റിനകത്ത് ഗെയിം കളിച്ചപ്പോഴും പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു വൈബ്രൻറ്റ് ഡിസ്പ്ലേയിൽ ആ ഒരു സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഗെയിമേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ക്യാമറയുടെ കാര്യം എടുത്താൽ ഹാസൽബ്ലാഡ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള സോണിയുടെ IMX789 സെൻസർ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ക്യാമറ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ 50 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 150 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ. ഈ ഒരു 3 ക്യാമറയാണ് ഇതിന് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് മിക്ക സെനേറിയോസിൽ ലഭിച്ചത്. എങ്കിലും 100% സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എനിവേ ഡേ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ അത് മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്നതും അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്നതും 3x3x ഉള്ള ആ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന കാര്യമൊക്കെ നല്ല രീതിയിലുള്ള ഫോട്ടോ ആണ് മിക്ക സെനേറിയോസിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ടെലിഫോട്ടോ ലെൻസ് നമുക്ക് അപ് ടു 30x വരെ നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിലും ഒരു അപ് ടു 10x വരെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോയാണ് നമുക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. 30x ഒക്കെ ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ പറ്റൂ. HDR ഫോട്ടോസ് വളരെ എടുത്തു പറയേണ്ടതാണ്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള HDR ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏത് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലും നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാക്രോ പെർഫോമൻസ് നമുക്കൊരു വലിയ രീതിയിലുള്ളൊരു പെർഫോമൻസ് ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ട് കണക്കാക്കാം. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ഫാസ്റ്റ് ഷട്ടറായിട്ടാണ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ലെസ് ദെൻ ആ ഒരു 1 സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് ഷട്ടർ പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മാക്സിമം 2 സെക്കൻഡ്. അതുകൊണ്ട് തന്നെ വലിയ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോസും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ലൈറ്റ് ഉള്ള സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ക്വാളിറ്റി ഉള്ള ഫോട്ടോ, അതല്ല കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള സമയത്താണെങ്കിൽ നമുക്കൊരു ആവറേജ് പെർഫോമൻസ് ഉള്ള ഒരു ഫോട്ടോയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് വായിച്ച് നോക്കുകയാണെങ്കിൽ ഹാസൽബ്ലാഡിൻ്റെ ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഹൈപ്പിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മറിച്ച് നമുക്ക് ഓവറോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഓക്കെ എന്നുള്ള ലെവലിലുള്ളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ക്യാമറ മോഡാണ്. ക്യാമറയിൽ മോറിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് എക്സ്പാൻ എന്നത്, അതായത് സിംഗിൾ ഷോട്ടിൽ നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പനോരമിക്കിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫോട്ടോസ് നമുക്ക് സിംഗിൾ ഷോട്ടിൽ എടുക്കാൻ സാധിക്കുമെന്നത്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് 150 ഡിഗ്രി മോഡാണ്. അതായത് നമ്മൾ നോർമൽ അൾട്രാ വൈഡിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വൈഡായിട്ട് 150 ഡിഗ്രി വൈഡായിട്ട് നമുക്ക് ഫോട്ടോസ് അതിലെടുക്കാൻ സാധിക്കും. പിന്നീട് അതിൽ തന്നെ കാണുന്നതാണ് നമുക്ക് ഫിഷ് ഐ എഫക്റ്റ് എന്നുള്ള രീതിയിൽ. ലൈഫിൽ വലിയ യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ആ ഒരു ഫിഷ് ഐ എഫക്റ്റ് കൂടി നമുക്കിതിൽ എടുക്കാൻ സാധിക്കുന്നതാണ്.
OnePlus 10 Pro 5G എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. 4K 120 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 8K 24 ഫ്രെയിം സെക്കൻഡാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ HDR പെർഫോമൻസും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓവറോൾ എനിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. 32 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സോണിയുടെ IMX615 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ. ഇപ്പോൾ സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ കളറായിട്ടുള്ള ഒരു ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈവൻ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോസും കാര്യങ്ങളാണ് നമുക്കിതിൽ സെൽഫി ക്യാമറയിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ സെൽഫി ക്യാമറയിലെയും റിയർ ക്യാമറയുടെയും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് OnePlus 10 Pro 5G. OnePlus 10 Pro 5G എടുക്കുന്ന സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡാണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കളേഴ്സൊക്കെ ഒരു അത്യാവശ്യം നാച്ചുറൽ കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആകെ എനിക്ക് പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് 4K നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതർവൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി വീഡിയോ ഫുട്ടേജ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. OnePlus 10 Pro 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻ്റ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 3199 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 64,000 രൂപയാണ് പ്രൈസ് വരുന്നതെങ്കിൽ ഈ സെയിം വേരിയൻറ്റിന് ഇന്ത്യയിൽ വില വരുന്നത് 12GB + 256-ന് 71,999 രൂപയാണ്. ഇത് കൂടാതെ തന്നെ 8GB + 128-ൻ്റെ ഒരു മെമ്മറി വേരിയൻറ്റ് കൂടി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് വില വരുന്നത് 66,999 രൂപയാണ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് അടങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറും നല്ലതാണ്. ഓവറോൾ പെർഫോമൻസും നല്ലതാണ്. ബാറ്ററി ലൈഫും നല്ലതാണ്. ക്യാമറ ഒരല്പം കൂടി മികവാർന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുമായിരുന്നു. എങ്കിലും എനിക്കുള്ളത് രണ്ട് തരത്തിലുള്ളൊരു ഒപ്പീനിയനാണ്. അതായത് ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് നിങ്ങൾ GCC രാജ്യങ്ങളിലുള്ള ആളാണെങ്കിൽ നമുക്ക് ഈ ഒരു 3200 റിയാൽ അല്ലെങ്കിൽ ദിർഹത്തിനൊക്കെ ലഭിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു OnePlus 10 Pro 5G. ഈ ഒരു OnePlus 10 Pro 5Gയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ പറയുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.